ബാക്ക് ടു our channel Walkie Talkers. സോ ഇന്ന് നമ്മളൊരു ട്രാവൽ സംഭവം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ലേക്ക് പാർക്ക് റിയാദ്. സോ ഇന്ന് നമുക്ക് ഈ സ്ഥലം ചുറ്റിക്കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഈ ഒരു സ്പോട്ടിൽ വിസിറ്റ് ചെയ്യാൻ എനിക്ക് ബെസ്റ്റ് ടൈം എന്ന് തോന്നുന്നത് ഒന്നെങ്കിൽ രാവിലെ ചൂട് കൂടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഈവനിങ് ഒരു 4-4:30 ശേഷമായിരിക്കും. ഇവിടെ അടുത്തൊന്നും കടകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ വെള്ളമൊക്കെ കയ്യിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു അടിപൊളി പിക്നിക് സ്പോട്ടാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലേക്ക് പാർക്ക്. ഓക്കെ, ഇനി നമുക്ക് കുറേ നടക്കാനുണ്ട്. എന്തായാലും ഞാനിവിടെ ഒരു ഐലൻഡ് കണ്ടു. ഈ ഐലൻഡിലേക്ക് കടക്കേണ്ട വഴി ഒരു വാട്ടർഫോൾ വഴിയാണ് അവർ വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കിനി ആ വാട്ടർഫോൾ ഒന്ന് കാണാൻ പോവാം. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ ദേർ. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇപ്പോൾ വാട്ടർഫോൾ എത്തുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ കുറേ മീനുകൾ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് ഫീഡ് ചെയ്യുന്നുമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള വേറൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. ഒരു ചെറിയ വാട്ടർഫോളാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ഗാർഡനൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡെസേർട്ടഡ് ഏരിയയിൽ ലോട്ട് ഓഫ് ഗ്രീനറിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാർബിക്യൂ സെറ്റപ്പായിട്ട് കുറേ പേരുണ്ട്. ക്യാമ്പിംഗ് ഏരിയ, അതായത് ഇതൊരു ഐഡിയൽ പ്ലേസ് ആണ്. ആർക്കായാലും ഒരു സ്ട്രെസ് റിലീഫിന് വേണമെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്താ പറയുക, ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് വി ക്യാൻ ഫൈൻഡ് ഇൻ റിയാദ്. ഇപ്പോൾ ഇതേ ഇവിടെ താറാവുണ്ട്, 2 ഇവിടെ കാണാനുള്ളൂ. പിന്നെ ആ സൈഡിൽ കുറേ കൊക്കുകളുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ നോക്കിയപ്പോൾ കുറേ കൊക്കുകളുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ വെള്ളത്തിലാണെങ്കിൽ കുറേ മീനുകളും ഉണ്ട്. എന്താ പറയുക, ഫുൾ ഒരു നാട്ടിലെത്തിയ ഫീലിംഗ് ആണ് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേക്കും അതുപോലെ തന്നെ പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് കേരളത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ അതേപോലെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മലനിരകൾ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ മേലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആൾക്കാർ അവിടെ നിന്ന് ഈ വ്യൂ വളരെയധികം എൻജോയ് ചെയ്യുന്നത്. ഈ ഒരു സൈഡിലാണ് മിക്കതും നമുക്കൊരു സൗദി അറേബ്യൻ ഫീൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതും കൂടി ഒന്ന് ഫിലിം ചെയ്യാം. ഇവിടെ ഈ ലേക്കിനെ അല്ലെങ്കിൽ റിവേഴ്സിന് പറയുന്നത് വാദി എന്നാണ്. ഇപ്പോൾ ഈ പാർക്ക് എന്ന് പറയുന്നത് ഭയങ്കര നീളമാണ്. ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് ലെങ്ത് ആണ് ഇതിനുള്ളത്. എത്ര പേര് വന്നാലും ഈ ഒരു പാർക്കിനകത്ത് അക്കോമഡേറ്റ് ആയിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മലനിരകളുടെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. റിയാദിലുള്ളവരും അല്ലെങ്കിൽ ഇനി റിയാദിലേക്ക് വരാൻ പ്ലാനുള്ളവരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലം വന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബിങ് നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.